ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ശേല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം LDF-കാർ നിൽക്കുന്നത്, അല്ലെങ്കിൽ CPM-കാർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ KPCC ആസ്ഥാനത്തും കോൺഗ്രസ്സുകാരും എല്ലാം തന്നെ വാലിന് തീ പിടിച്ച് ഓടുകയാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരുടെ മുഖത്ത് നോക്കണ്ടേ, അതും കഴിയുന്നില്ല. പണ്ട് നല്ല അലക്കി വെളുപ്പിച്ച് തേച്ച് അങ്ങനെ അമൂൽ ബേബികളെ പോലെ നടന്നിരുന്നവർ ഇപ്പം തലയിൽ കൂടെ മുണ്ടുവിട്ട് പാത്തും പതുങ്ങിയാണ് നടക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേട്, ഇവരുടെ ഒന്നും കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം. ഇത് CPM-കാർ നന്നായിട്ട് ഇതങ്ങോട്ട് ആഘോഷിക്കുകയാണ് എന്ന് വിചാരിച്ച് അവരുടെ ഭാഗം അങ്ങ് നന്നായിരിക്കുന്നു എന്നല്ല അർത്ഥം. അവിടെ ഒരു നീണ്ട പട്ടിക തന്നെ ഇങ്ങോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. P. ശശി മുതൽ മുകേഷ് വരെ. ഒന്ന് ആലോചിച്ച് നോക്കാം, അവരൊക്കെ CPM എന്ന പാർട്ടിയുടെ വലിയ ഐശ്വര്യമാണ്. AKI സെൻറ്ററിൽ പ്രത്യേകമായിട്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ടുമുണ്ട്. വീര സാഹസിക നായകന്മാർ എന്നുള്ള രീതിയിൽ. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം MLA ആയി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ലൈസൻസ് ആയി എന്നുള്ള മട്ടിലായിരുന്നു ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. ഇപ്പൊ UDF-ൽ ഈ ഒരൊറ്റ വിഷയത്തിലൂടെ ഒരാളിലൂടെ തന്നെ, LDF-ൽ നിരവധി പേരുണ്ടെങ്കിലും UDF-ൽ ഈ ഒരാളിലൂടെ അങ്ങ് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് M. വിൻസെന്റും ഒക്കെ വന്നിട്ടുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയൊക്കെ വന്നിട്ടുണ്ട്. കുന്നപ്പള്ളിയുടെ വിഷയമൊക്കെ വന്ന പാടെ അത് വേറൊരു വഴി കൂടെ അങ്ങ് പോവുകയും ചെയ്തു. കാരണം ഇവര് പലരും CPM ആയാലും കോൺഗ്രസ്സുകാരായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ അവർക്ക് ഉയർത്തി കാണിക്കാം ഈ വിഷയത്തിൽ, ഇല്ല കുടമാറ്റം പോലെ. അപ്പം ഇപ്പൊ ഇവിടുന്ന് മാങ്കൂട്ടത്തിൽ തന്നെയാണ് അവരെ ഉയർത്തി കാണിക്കുന്നത്. ഇനി കുറെ കഴിയുമ്പോൾ CPM-ൽ നിന്ന് ആരെങ്കിലും ഉയർത്തി കാണിക്കും. അപ്പോൾ CPM-കാർക്ക് അങ്ങനെ അധികം ഇവരെ അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ച് കത്തിക്കയറ്റും. കാരണം പറഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പ് വരികയാണ്. 3-ാം വട്ടം അധികാരത്തിൽ തുടരുമോ എന്നുള്ളതിനകത്തൊരു വലിയ ഭയാശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം BJP വലിയ ഒരു ഇടം കുറിക്കുന്നുണ്ട്. അതൊക്കെ LDF-നൊക്കെ ഒരു പ്രതികൂല സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നന്നായി അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരിതിനകത്ത് UDF-ൽ നിന്ന് പല ഘടകകക്ഷികൾ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. 10 വർഷം ഭരണമില്ലാതിരിക്കുകയാണ്. ആലോചിക്കാൻ പറ്റുമോ? ഇത്രയും നാള് UDF-ലുള്ളവര് LDF-ലെ ഘടകകക്ഷികളെയൊക്കെ തപ്പി നടക്കുകയായിരുന്നു. നിലമ്പൂരിലെ വിജയമൊക്കെ വന്നപ്പോൾ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ജോസ് കെ മാണിക്ക് ഇന്ന മണ്ഡലം കൊടുക്കും, അതുപോലെ തന്നെ മറ്റ് ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ളവരും എന്തിന് CPI-യെ വരെ വിളിച്ചു. CPI പൊതുവെ അതൃപ്തരാണ്, നമുക്കറിയാം. അത് CPM-ൻ്റെ കൂടെ എപ്പോൾ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെല്ലാം തന്നെ അതൃപ്തരായിരിക്കും. ജോസ് കെ മാണിയുടെ അതൃപ്തി മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി ചെല്ലുന്നത്. പലവട്ടം ഇങ്ങനെ കറങ്ങി നടക്കുകയുണ്ടായി. പണ്ട് KM മാണി പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എന്ന സുന്ദരിയുടെ പിന്നാലെ പലരും വരും. അത് ശരിയാണ്, ഏത് ഭരണം വരുമ്പോഴും കേരള കോൺഗ്രസ് വേണമല്ലോ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ശ്രമവും ഒക്കെ നടത്തുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായി, കോൺഗ്രസിന്റെ മേൽ ഇടുത്തി വീണ് തകർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ തന്നെ വാഴവട്ടം തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് CPM. ഇവിടെ നിന്ന് ഏത് ഘടകകക്ഷികളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിലാണ്. പണ്ട് LDF-ന്റെ കൺവീനറായിരുന്ന TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ലീഗിനെ വിളിച്ചതാണ്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ചിട്ട് വരൂ എന്ന്. മുസ്ലിം ലീഗിനെ വിളിച്ചതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര പെട്ടെന്ന് വിട്ടുകളയത്തുമില്ല. ഇനി ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തിയാൽ പോലും ഇവരെ ഇപ്പുറത്ത് വിളിച്ച് കയറ്റും എന്തായാലും.
കാരണം ഇത് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. മൂന്നാം വട്ടവും അധികാരത്തിൽ വരാം. കാരണം BJP UDF എത്ര വിഹിത വോട്ട് പിടിച്ചാലും 2026 അധികാരത്തിൽ വരണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF കോൺഗ്രസിന് കനത്ത പ്രഹരമേറ്റിരിക്കുമ്പോൾ BJPക്ക് ഒന്നുകൂടെ വിജയസാധ്യത, പല മണ്ഡലങ്ങളിലും വിജയസാധ്യത ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരെ 8 നിലയിൽ പൊട്ടും, അവരെ ജനം ആട്ടി ഓടിക്കും എന്നുള്ള ഉറപ്പാണ്. ഇപ്പൊ പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസിന് അവർ കുറ്റിച്ചൂലുമായിട്ട് ഇറങ്ങി അടിക്കുമെന്നുള്ളതാണ്. അത്ര ഉറപ്പായ കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിനകത്ത് കാര്യത്തില്ല, കവളം മടൽ കൊണ്ട് കാല് തല്ലി ഓടിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളുടെ മേൽ നടത്തുന്ന വെല്ലുവിളികളാണ്, ധിക്കാരമാണ്. ഇത്രത്തോളം സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ എങ്ങനെ ചുമക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ UDF ഘടകകക്ഷികളെ പലതിനെയും LDF ഇനി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ്. ഭരണം കിട്ടുമെന്നുള്ളത് കൊണ്ട് പലരും അങ്ങോട്ടേക്ക് ചാടും. ഇവർ മുന്നേ തന്നെ RSPക്കാരുടെ പിന്നാലെ നോട്ടം ഇട്ടിരുന്നതാണ് കേട്ടോ. CPM ഷിബു ബേബി ജോണിനെയും മറ്റും NK പ്രേമചന്ദ്രൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. മുമ്പ് പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും കൂടെ തെറ്റിപ്പിരിഞ്ഞതാണല്ലോ. 2014 പിന്നെ അവര് ഒന്നിക്കുന്നത്. ഷിബു ബേബി ജോൺ NK പ്രേമചന്ദ്രൻ 2006 VS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതാണ്. 2011, 2016 കാലത്ത് ഷിബു ബേബി ജോണ് പിന്നെ മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നതാണ്. 2014 NK പ്രേമചന്ദ്രൻ LDF നിന്ന് ഇറങ്ങി പോരുന്നത്. NK പ്രേമചന്ദ്രനെ അങ്ങോട്ട് CPM ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. NK പ്രേമചന്ദ്രനും CPM ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അത് വേറെ കാര്യം. NK പ്രേമചന്ദ്രൻ ഏത് വഴിയിലേക്ക് പോകുമെന്നൊക്കെ നമുക്കറിയാം. അത് വരട്ടെ. പക്ഷേ UDF മറ്റ് ഘടകകക്ഷികളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്. ജോസഫിനും ഇവരോടൊപ്പമൊക്കെ നിന്നിട്ടുള്ള കാലമൊന്നും അവർക്ക് മറക്കാൻ പറ്റത്തില്ല. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി സ്ഥാനം കൊടുത്തിട്ടില്ല. പക്ഷെ തൊടുപുഴയിൽ മത്സരിക്കുന്നത് PJ ജോസഫിന്റെ മകനായിരിക്കും. ഇതിലെ RMP എന്ന് പറയുന്നത് ഒരിക്കലും LDF CPM വരികയില്ല എന്നുള്ളതാണ്. അത് KK രമ തന്നെ വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്യും. ഇനി UDF ഇല്ല, പിരിച്ചുവിട്ടാൽ പോലും RMP അവിടെ ഒരു കക്ഷിയായിട്ട് അവിടെ നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം KK രമയ്ക്ക് ആ മണ്ഡലത്തിൽ അത് TP ചന്ദ്രശേഖരനോടുള്ള ഒരു വികാരമാണ് ഇപ്പോഴും ആ വടകര മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് അരിശം കയറിയിട്ടുള്ളത്. അപ്പം ചെറിയ ചെറിയ ഘടകകക്ഷികൾ ഉൾപ്പെടെ, മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ LDF റാഞ്ചാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് തന്നെ പറ്റിയ തക്കം എന്ന് നോക്കി ലീഗിനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടും മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും CPM പുതിയ രീതിയിലേക്ക് ചില തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്.